വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. കുളമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് റോഡ് നവീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. റോഡ് നവീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയോ ജില്ലാ പഞ്ചായത്തോ PWDയോ തയ്യാറാകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. റോഡ് നവീകരണത്തിന് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് റോഡ് 2005-2010 ഭരണസമിതികളുടെ കാലഘട്ടത്തിൽ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ ഷൊർണൂർ റോഡിൽ നിന്നും വെട്ടിക്കാട്ടിരി മുതൽ മേച്ചരിക്കുന്ന് വരെ പൂർത്തീകരിച്ചതാണ്. എന്നാൽ 20 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഈ റോഡ് പൂർണ്ണമായി റീടാർ ചെയ്യുകയോ ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് നടത്തുകയോ ചെയ്തിട്ടില്ല. 8 മീറ്റർ വീതിയുള്ള റോഡായിട്ടും തൃശൂർ ജില്ലാ പഞ്ചായത്ത് PWDയോ ബന്ധപ്പെട്ട് റോഡ് ശരിയാക്കുന്നതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. നിരവധി സ്കൂൾ വാഹനങ്ങളും പൈങ്കുളം റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി ചേലക്കര കിള്ളിമംഗലം ഭാഗത്തേക്ക് വരുന്ന ബസ്സുകളടക്കം എല്ലാ വാഹനങ്ങളും ഹൈവേയിലേക്ക് പോകുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന റോഡായിട്ടും വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ നടത്തുന്നതിനോ റോഡ് ശരിയാക്കുന്നതിനോ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയോ ജനപ്രതിനിധികളോ തയ്യാറാകുന്നില്ല. ഇത് വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ റോഡിൻ്റെ അവസ്ഥ വല്ലാത്ത ദുരിതമാണ്. റോഡിൽ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴയൊക്കെ പെയ്താൽ അത് കൂടെ ഇറങ്ങാൻ പറ്റില്ല. വല്ലാത്തൊരു പ്രയാസം ബുദ്ധിമുട്ടി. ഈ റോഡും ആ റോഡും അതെ. മെമ്പർമാരോടൊക്കെ പറഞ്ഞാൽ അവർ കോടികളുടെ കണക്ക് ഇങ്ങനെ പറയാന്നല്ലാതെ അവരത് നേരാക്കുള്ളൊരു പരിപാടിയും ചെയ്യുന്നില്ല. ഇലക്ഷൻ വരുമ്പോൾ അതാ ഇലക്ഷൻ കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറയും. എന്നാലും അവർ ചെയ്യില്ല. അവർ ആ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു 4 വട്ടം വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു സ്വൈരം ഉണ്ടാവില്ല അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ചത്തൻ ചൂരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. ഭയങ്കര പ്രയാസമാണ് അവിടെ ആ റോഡിനും അതെ. തൽസ്ഥിതി തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രദേശവാസിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അബ്ദുൽ കരീം പറഞ്ഞു. ഇത് ഇന്ന് വരെ പൂർത്തീകരിച്ച് പണി ഫുൾ ടാർ ചെയ്തിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പലതവണ ഗ്രാമസഭയിൽ ഉന്നയിച്ചിട്ടും ജില്ലാ പഞ്ചായത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല. മാത്രമല്ല ഈ വർക്ക് 8 മീറ്റർ റോഡാണിത്. ഇത് ജില്ലാ പഞ്ചായത്തിന് കഴിയില്ലെങ്കിൽ അത് PWDക്ക് കൈമാറി ഈ റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.